അതോ എന്റെ കാലിലെ ചെറിയൊരു ഗർഭമന കൊണ്ടതാ. ഇനി എന്ത് ചെയ്യും? ഇനി എന്താക്കാനാ? ഈ വേദന ഞാൻ അങ്ങോട്ട് സഹിക്കും. ആട്ടെ, അവിടുത്തെ പേരെന്താണാവോ? ഞാൻ ദുഷ്യന്ത മഹാരാജാവ്. അങ്ങയുടെ ആഗമന ഉദ്ദേശം അത് തന്നെ. അതെന്താ ചോദിച്ചേ? ഈ കൊടുങ്കാട്ടിൽ ഇത്രത്തോളം വൃക്ഷങ്ങൾ ഉണ്ടായിട്ടും ഒരു തെങ്ങില്ലാതെ പോയല്ലോ. അതെന്താ? അങ്ങനെയാണെങ്കിൽ നാക്കിന്റെ കുരുക്കാൻ കഴിയില്ലേ? താങ്കൾ എന്തിനാ അങ്ങോട്ട് വന്നത്? ഞാൻ ഇവിടെ വേട്ടയ്ക്ക് വന്നതാണ്. ആ ബെസ്റ്റ്. വേട്ടയ്ക്ക് വന്നെങ്കിലേ നാട്ടിൽ പോയ പോയിരുന്നോ? ഇപ്പൊ കാട്ടിലെ മൃഗങ്ങളെല്ലാം നാട്ടിലല്ലേ? എന്നെക്കാളും അറിവോ? എന്താണ് കുമാരി നിന്റെ പേര്? കുമാരിയോ? കുമാരിയേ, കുമാരിയെത്തിയേ. എടി നിന്നെ തന്നെ. ഞാനാണോ? ഞാൻ കുമാരിയല്ല, ഞാൻ കണ്ണംകുളത്ത്. കണ്ണകുളത്തു? കണ്ണുമോഷിയുടെ മൂത്ത പുത്രി ശകുന്തള. ശകുന്തള. ഇതെന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? ഇതാണ് എന്റെ ഐഡന്റിറ്റി. ഇങ്ങനെ നിന്നില്ലെങ്കിലേ ഞാൻ ശകുന്തളയാണെന്ന് എനിക്ക് തന്നെ മറന്നുപോകും. ഈ കാട്ടിൽ ആരുമില്ലേ? ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടൂടെ? ഭവതി അല്ലാതെ ഈ കാട്ടിൽ വേറെ ആരുമില്ലേ? ഷേടാ, എന്റെ മുമ്പിലല്ലേ താങ്കൾ നിൽക്കുന്നത്? നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ കാട്ടിൽ വേറെ ആരുമില്ലേ? ആരുമില്ല. അപ്പോൾ ഈ കാട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ഭവതിക്ക് ബോറടിക്കില്ലേ? ഇല്ല. ഞാൻ ഇവിടുത്തെ മാനുകളോടും മയിലുകളോടും ഒക്കെ സംസാരിക്കും. 2 മിനിറ്റ് എന്നോട് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് ബോറടിച്ചു. അപ്പൊ മാനിന്റെയും മയിലിന്റെയും ഒക്കെ ഒരവസ്ഥ. താങ്കൾ കണ്ടിട്ട് വേട്ടയ്ക്ക് വന്നാണെന്ന് പറയില്ലല്ലോ. ഒന്നും പറയണ്ട, എല്ലാം പറയണം. ഞാൻ രാത്രി വാള് വെച്ച് ഉറങ്ങിപ്പോയി. അപ്പൊ നല്ല കീറല്ലേ? അതല്ല, വാള് വെച്ച് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം എടുക്കാനും മറന്നു. അപ്പൊ മറവിയുടെ അസുഖം ഉണ്ടല്ലേ? കുമാരിയെ കണ്ടത് മുതൽ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ, അതല്ല, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഇത്. ഏത്? എന്തോ ഒന്ന്. എന്ത്? എന്തോ ഇത്. എനിക്ക് മനസ്സിലായി. അതിനാ പ്രേമെന്ന് പറയുന്നത്. മാലിന്യയുടെ തീരങ്ങൾ കഴുകി വരും കണ്ണീർ കാറ്റേ, ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. തോടികളറിയുന്നു മാമുനിയുണരും ഹൃദയത്തിൻ തന്തികളിൽ ശാകുന്തള മണയുമ്പോൾ എന്റെ വീട്ടിൽ മാനും മയിലൊന്നും ഇല്ലാത്തോണ്ട് ഞാനാ എന്റെ വീട്ടിലത്തെ മാനും. അയ്യോ, വണ്ടേ വണ്ടേ. അതിനൊക്കെ ഫ്രൈഡേ പിന്നത്തിലുള്ള വണ്ടി എന്ന് പറയുന്നത്. എന്ത് പറ്റി? ആ വണ്ടനെ ആക്രമിക്കാൻ വരുന്നു. വണ്ടിന് അഹങ്കാരമോ? ഞാൻ കാണിച്ചു കൊടുക്കാം. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 100. അപ്പൊ വിട്ടാലോ? അത് വലിക്കും പോലിരിക്കും. അമ്പ് പോണ പോക്ക് കണ്ട? അതിനമ്മ പോകുന്നില്ലല്ലോ. അമ്പ് പോകുന്നതായിട്ട് ഗ്രാഫിക്സുകാർ എത്തിക്കോളും. കണ്ടാ വണ്ടിയെ കണ്ടാ? അതിന് വണ്ടി ഇവിടെ. വണ്ടിനെ ഗ്രാഫിക്സുകാർ വരുത്തിക്കോളും. എന്നാ കുഴപ്പമില്ല. ഇനി ഒരിക്കലും ഈ വണ്ട് ഭവതിയെ ശല്യം ചെയ്യുകയില്ല. അതെന്താ? വണ്ടി എത്തുപോയില്ലേ? അയ്യോ, ഞാൻ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. എന്നാ ഞാൻ വീട്ടിൽ പോവാണേ. ശകുന്തള നിൽക്കൂ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. അയ്യോ, എനിക്ക് വീട്ടിൽ പോണം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോ. അയ്യോ, എനിക്ക് വീട്ടിൽ പോണം. ഒരു കാര്യം കൂടി വീട്ടിൽ പോണം. ഒരു കാര്യം പറ്റില്ല. ഒരു കാര്യം വീട്ടിൽ പോണം. ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈ ചെയ്തോണ്ട് ആളാണ് 2006 മുതൽ. ഞാൻ ടാക്സി വിളിച്ചിരിക്കുന്ന ആളല്ല. ശകുന്തള എനിക്ക് വീട്ടിൽ പോണം, 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 പോണം. അയ്യോ അയ്യോ പോയി. ഈശ്വരാ, എണീക്ക്, എണീക്ക്. അയ്യോ, ഇവളുടെ അച്ഛൻ കണ്ണു മാറ്റി അങ്ങനെ കണ്ടോണ്ട് വന്നാ ഞാൻ പെട്ട്. എണീക്ക്, എണീക്ക്. ഇവൾ ഓണത്താൻ ഇപ്പൊ എന്ത് ചെയ്യും? ഐഡിയ. ഞാൻ കണ്ടു നിന്നെ രംഗമഞ്ചരി. രാജകുമാരി, ഞാൻ കണ്ട നിന്നെ കുരുക്കുരുത്തിരി. ആ കൊച്ചിനെ മറച്ചുകെട്ടി. ആ കൊച്ചിനെ മറച്ചുകെട്ടി, മറച്ചുകെട്ടി. शंख
ചെവടിഞ്ഞറിയുന്നു